സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് നമ്മളെ പുതിയൊരു ചാനലാണ്. അപ്പോൾ ഇതിൻ്റെ പേര് മല്ലു ഇൻഫോ എന്നാണ്. അപ്പോൾ നമ്മളിതിൽ നമ്മളെ പുതിയ ന്യൂസ്, നമ്മളെ ഫ്രീ ഫയറിൻ്റെ അപ്ഡേറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തരാൻ പോവുക. അപ്പോൾ നമ്മളെ ഈ വിൻസോനെ പറ്റിയുള്ള ചർച്ചയാണ് നമ്മളിന്ന് ചെയ്യാൻ പോണേ. വിൻസോനക്ക് ഇപ്പോൾ ബാനായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്നാണ് അത് തിരിച്ചു വരിക എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇൻട്രോ ഒന്നും റെഡിയാക്കില്ല. ഇൻട്രോ ഒക്കെ റെഡിയായി നമ്മൾ മാസത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിൻസോ ഇപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്തിരുന്നു എല്ലാവർക്കും വേണ്ടി. ഫ്രീ ഫയറിൽ ഡയമണ്ട്സ് ടോപ്പ് അപ്പ് ചെയ്യാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വിൻസോ വിഡ്രോയിൽ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച് ബാനായി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഞാൻ റിയലായി എന്താണ് മനസ്സിലായിട്ടില്ല. ബാനായി എന്നാണ് പറയുന്നത്. വിഡ്രോ ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാ കളികളും ഫ്രീ ആണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വിൻസോ എന്ന് പറയുന്നത് അറിയാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നല്ലൊരു ആപ്പാണ്. നമുക്ക് റെഡീം കോഡ്സും ഏൺ ചെയ്യാൻ സാധിക്കും. നമ്മളെ പേടിഎമ്മുക്കും ഗൂഗിൾ പേക്കൊക്കെ മസ്റ്റായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം അപ്പം തന്നെ. അങ്ങനത്തെ ഒരു ആപ്പും കൂടിയാണ്. ആ ആപ്പിനാണ് ഇപ്പോൾ ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് പ്രശ്നം നമുക്കറിയില്ല. 29-ാം തീയതി ആകുമ്പോഴത്തേന് നമ്മളെ ആപ്പ് റിക്കവറി ആയി വരും എന്നാണ് പറയുന്നത്. 26-ാം തീയതി വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ വേറെ എല്ലാ ആപ്പും നോക്കേണ്ടി വരും. ഇതിന് കുറേ പേര് റെഡീം കോഡ് ഇതൊക്കെ ഏൺ ചെയ്തവരാണ്. അവർക്കറിയാം, ഉപയോഗിച്ചവർക്ക് ഇതിനെപ്പറ്റി അറിയാം. അപ്പോൾ ഉപയോഗിച്ചാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തരാം. അപ്പോൾ നിങ്ങൾ കയറി വേണ്ടി ഇന്ന് ഏതായാലും വർക്ക് ചെയ്യില്ല. നമുക്ക് 29-ാം തീയതി എന്തായാലും വർക്ക് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. 29-ാം തീയതി സെറ്റായിട്ട് എല്ലാവർക്കും റെഡീം കോഡൊക്കെ എടുക്കാമെന്നാണ് നമ്മളെ വിൻസോൻ്റെ പ്രൊഫൈൽ പേജിൽ തന്നെ പറയുന്നത്. പിന്നെ നിങ്ങൾ കൊറിയൻ സിനിമാസൊക്കെ കാണുന്ന സീരീസൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊറിയൻ എപ്പിസോഡ്സ് കിട്ടും. അതാണ് പുതിയ അവരുടെ അപ്ഡേറ്റിൽ വന്നത്. അത് നമുക്ക് ഫ്രീ ആണ്. അതിൻ്റെ പേര് വിൻസോ TV എന്നാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കൊറിയൻ ഫിലിംസൊക്കെ കാണാൻ കഴിയും. എപ്പിസോഡായി കാണും കാണാം. അപ്പോൾ ആ അപ്ഡേറ്റ് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ്സൊക്കെ വരുന്നത് നമ്മൾ വയ്യെ അറിയിച്ചു തരാം. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. അപ്പോൾ ഇത്രയും വരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് അടിക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.